NSSന്റെ ഏറ്റവും മികച്ച താലൂക്ക് യൂണിയനുകളിൽ ഒന്നായി പത്തനാപുരം താലൂക്ക് യൂണിയൻ. വിമോചന സമരകാലത്ത് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ NSS നിയോഗിച്ച 7-അംഗ സമിതിയിൽ മന്നത്തിനൊപ്പം ബാലകൃഷ്ണപിള്ളയുണ്ടായിരുന്നു. സ്വന്തം സമുദായത്തെ സ്നേഹിക്കാത്ത ഒരുത്തിനും മറ്റു സമുദായത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയുന്നത് നുണയാണ്. അവനവൻ്റെ സമുദായത്തോട് സ്നേഹമില്ലാത്തവന് മറ്റു സമുദായങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ബാലകൃഷ്ണ ചേട്ടൻ നല്ലൊരു നായരാണ്. നായർ സമുദായത്തോട് വളരെ പ്രതിബദ്ധതയുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കും. പക്ഷേ എൻ്റെ സഭയിലെ മെത്രാന്മാരോട് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മുടെ നേതാവ് ആരാണ് രാഷ്ട്രീയത്തിലെന്ന് ചോദിച്ചാൽ ഒരു വലിയ വിഭാഗം തിരുമേനിമാർ പറയും അത് പിന്നെ ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ളയാണ് ഓർത്തഡോക്സുകാരുടെ മെത്രാൻ, NSSന്റെ നേതാവുമാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരക്കാർക്ക് ആരാണ്? എന്തിനും പരിഹാരം കാണുന്ന കൊട്ടാരക്കരയിലെ കോടതിയാണ് ബാലകൃഷ്ണപിള്ളയെന്ന് ഒരു കൊട്ടാരക്കരക്കാരൻ പറയുമ്പോൾ കൊട്ടാരക്കരയുടെ നാഥനെന്ന് മറ്റൊരാൾ. എപ്പോഴും നമ്മൾ കാണുന്ന ആള്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾ. ഇത്രയും സ്വാതന്ത്ര്യം അവിടെ ഏത് മന്ത്രിയുടെ ഇരിക്കാൻ പോയാലും നമുക്ക് കാണുമോ? അങ്ങനെ സെക്രട്ടേറിയറ്റിൽ ഇരുന്നാലും ശരി അങ്ങ് കയറി ചെന്ന് നമുക്ക് കാര്യങ്ങൾ പറയാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ പോയിട്ടുമുണ്ട്. ഞാൻ 1967 അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നത്. അന്ന് തൊട്ട് ഇന്നുവരെയും അദ്ദേഹത്തിൻ്റെ കൂടാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളും കുടുംബത്തെയും എല്ലാ കാര്യവും അദ്ദേഹവും അമ്മയും കൂടാണ് നടത്തി തരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വയ്ക്കുന്ന ആരായാലും അദ്ദേഹം ജീവൻ കളയുവരെ സഹായിക്കും എല്ലാ തരത്തിലും. അത് ഒരിക്കലും അദ്ദേഹം വീക്ഷിക്കത്തില്ല. കാരണം ഈ ഇത്രയും വർഷമുള്ളതിൻ്റെ അനുഭവമാണ്. പണ്ടത്തെ അതേ സ്വഭാവമായപ്പോഴും ഒരു ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നും മനഃപൂർവ്വം ചെയ്യത്തില്ല. വഞ്ചന എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ്റെ കയ്യിലില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, അതില്ല. തുടർച്ചയായി 7 തവണ കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയെ നിയമസഭയിലെത്തിച്ചു. ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം കൊട്ടാരക്കരയും വളർന്നു. ജില്ലയിലെ തന്നെ ഏറ്റവും വികസിതമായ പട്ടണങ്ങളിലൊന്നായി. ഞാൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ കൊച്ചിയിലാണ്. ബാലകൃഷ്ണപിള്ള ചേട്ടൻ ഒരു ദിവസം കൊച്ചിയിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബാബു ഈ കൊച്ചി തുറമുഖം കൊട്ടാരക്കരയ്ക്ക് മാറ്റാൻ വല്ല വകുപ്പുണ്ടോ? അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അത് അദ്ദേഹം മണ്ടനായതുകൊണ്ടല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കശുവണ്ടിയുടെ ഇൻലൻഡ് കണ്ടെയ്നർ ഡിപ്പോസ് ഉണ്ട്, ICD എന്ന് പറയും. അന്ന് 25, ഇപ്പം അത് വളരെ കോമൺ ആയി. അന്ന് അത്ര ആയില്ല, അതിനെക്കുറിച്ച് ആലോചന വരുന്നേ ഉള്ളൂ. അപ്പോൾ തുറമുഖത്തിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ഇന്റേണൽ കണ്ടെയ്നർ ഡിപ്പോ കാഷ്യൂ എംഫസിസ് ആയിട്ട് കൊല്ലം ഭാഗത്ത് വരാനുള്ളത് അത് കൊട്ടാരക്കര സ്ഥാപിക്കാൻ ഒക്കുമോ എന്നാണ് ഈ ചോദ്യം. എങ്കിലും എന്നോട് ചോദിച്ചത് ഈ കൊച്ചി തുറമുഖം കൊട്ടാരക്കരയ്ക്ക് മാറ്റാൻ വല്ല വഴിയുണ്ടെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും കൊട്ടാരക്കരയോടുള്ള താല്പര്യവും എന്ന് വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പരിഗണന കൊട്ടാരക്കരയ്ക്ക് തന്നെ. കൊട്ടാരക്കര മൂകാംബിക എന്നൊക്കെ പറഞ്ഞ് ബസ്സിട്ടുള്ളത്. ഈ കൊട്ടാരക്കരയ്ക്ക് എന്താ പ്രാധാന്യം? കൊട്ടാരക്കര മംഗലാപുരം എന്നുവെച്ചാൽ ഇവിടുത്തെ മംഗലാപുരമല്ല, മൈസൂരിലെ കർണാടകത്തിലെ മംഗലാപുരം, കൊട്ടാരക്കര ബാംഗ്ലൂർ, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് തെറ്റാണെന്ന് പറയാൻ ഒക്കില്ല. നമ്മുടെ എല്ലാ മന്ത്രിമാരും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഞാൻ റായ്ബറേലിയിൽ നിന്ന് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ റായ്ബറേലിയുടെ പ്രധാനമന്ത്രിയല്ല, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയും മകളുടെ മകൻ രാജീവ് ഗാന്ധിയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്തത്. ബാക്കിയൊന്നും ചെയ്തില്ല എന്നല്ല. അപ്പം ആ ഒരു സമീപനം മാറി. എവിടെ പോയാലും നാടിനൊപ്പം ചേർത്തു പറയാൻ അഭിമാനത്തോടെ കൊട്ടാരക്കരക്കാർ ആ പേര് സൂക്ഷിച്ചു. ഒരു സ്വകാര്യ അഹങ്കാരമായി. കേരളത്തിലെ സുമനസ്സുകളുടെ ബൗദ്ധിക ചക്രവാളത്തിൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ശ്രീ ഗണപതി, പിന്നെ ഒരു ഗ്യാപ്പാണല്ലോ.
അത് മനുഷ്യരുടെ ലോകത്തിലേക്ക് വന്ന ബാലകൃഷ്ണപിള്ള. അങ്ങനെയേ ഉള്ളൂ. UDFന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബാലകൃഷ്ണപിള്ളയ്ക്ക് UDFൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ അനേകം അഗ്നി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു. നിയമസഭാ അംഗത്വം വരെ ഇതിനുവേണ്ടി അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നു. തുടർന്ന് നിയമക്കുരുക്കുകളിൽ കുടുക്കി രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ. UDFന്റെ എല്ലാ കാലത്തും ശക്തനായ ഒരു വക്താവായിരുന്നു അദ്ദേഹം. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വളരെയേറെ നഷ്ടങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടുകളും രാഷ്ട്രീയത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 89 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്ന സുരേഷിനെ UDF സ്ഥാനാർത്ഥി സഹായിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് MLA സ്ഥാനം പോലും നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം വളരെയേറെ കേസുകളിൽ അദ്ദേഹം പെട്ടത് രാഷ്ട്രീയ വൈര്യ നിര്യാണ ബുദ്ധിയോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ പ്രതിയോഗികളുടെ പരിശ്രമമാണ്. തൻ്റെ ശക്തമായ നിലപാടുകൾ ജനാധിപത്യ കേരളത്തിന് ശക്തി പകർന്നപ്പോൾ ആ നിലപാടുകളോട് വിയോജിപ്പുള്ളവർ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തെ തുടർച്ചയായി വേട്ടയാടുകയുണ്ടായി. പിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വിവാദമുയർത്തിയ സംഭവമാണ് ഇടമലയാർ കേസ്. സംസ്ഥാനത്തെ ഊർജ്ജ മേഖലയിൽ സ്വന്തം ഭരണ നൈപുണ്യം കൊണ്ട് പൂർത്തിയാക്കിയ അഭിമാനകരമായ പദ്ധതികളിൽ ഒന്ന് പക്ഷെ അദ്ദേഹത്തെ എത്തിച്ചത് ജയിലിലാണ്. 1970 ഇടമലയാറിന് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഇടമലയാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വൈദ്യുതോൽപാദനത്തിന് ശേഷമുള്ള ജലം കുടിവെള്ള വിതരണത്തിനും ജലസേചനത്തിനും ഉപയോഗിക്കാനാവും വിധം വിവിധോദ്ദേശ പദ്ധതിയായാണ് ഇടമലയാർ വിഭാവനം ചെയ്തത്. 8 വർഷം കൊണ്ട് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 1980 ബാലകൃഷ്ണപിള്ള വൈദ്യുതി മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ തുടങ്ങിയിടത്ത് തന്നെ മുടന്തി നിൽക്കുകയായിരുന്നു. തുടങ്ങിയിട്ട പദ്ധതി തൊഴിൽ സമരങ്ങൾ മൂലവും മറ്റ് പല കാരണങ്ങളാലും ഫൗണ്ടേഷന്റെ കുഴപ്പം മൂലവും കടന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു യോഗത്തിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി. ഞാൻ മന്ത്രിയായപ്പോൾ ഇന്ദിരാഗാന്ധി ഞാനുമായിട്ട് വളരെ ചെറുപ്പത്തിലെ പരിചയമുണ്ട്. ആ പരിചയമൊക്കെ കൊണ്ട് ഞാൻ പാർലമെന്റ് ഞാൻ അംഗമായിരുന്നു എന്നുള്ള നിലയ്ക്ക് 5-6-7 കൊല്ലം അവിടുത്തെ പരിചയമുണ്ട്. കക്ഷിയുടെ നേതാവായിരുന്നു ഞാൻ. ഇന്ദിരാഗാന്ധിക്ക് എന്നോടുകൂടെ സ്നേഹമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് എന്നെ വിളിച്ച് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കണം, ഇതിങ്ങനെ അനേകം കോടി രൂപ നഷ്ടപ്പെട്ട് കിടക്കുക, ഇപ്പോഴും അത് പ്രധാനമന്ത്രി അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു നിർബന്ധപൂർവമായ നിർദ്ദേശം അനുസരിച്ച് ആദ്യം മുതൽ ഞാൻ തുടങ്ങുകയായിരുന്നു. കേന്ദ്ര സമ്മർദ്ദവും കൂടിയായപ്പോൾ പദ്ധതി പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ പിള്ളയ്ക്ക് മുന്നിൽ പ്രതിബന്ധങ്ങളേറെയായിരുന്നു. എല്ലാ മാസത്തിനും 1-2 പ്രാവശ്യം അവിടെ പോയി പ്രോജക്റ്റ് സൈറ്റിൽ നിന്ന്. അത് മാത്രമല്ല, വനത്തിൽ കൂടി ഇത് 80-ന് ശേഷമല്ല, 80-ന് ശേഷം വനത്തിൽ കൂടെ ലൈൻ വലിക്കാൻ പാടില്ല. പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ ഇടമലയാറിൽ നിന്ന് ചാലക്കുടിക്ക് ലൈൻ വലിക്കണം. ആ ലൈൻ വലിക്കാൻ പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. അതിന് പിന്നെ കേന്ദ്രത്തിൽ പോയി ഇന്ദിരാഗാന്ധിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ലൈൻ അനുവാദം വാങ്ങിച്ചത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നു. ഭരണപാഠവും ഇച്ഛാശക്തിയും കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് പൂർത്തീകരിച്ച പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ ടണൽ ലൈനിൽ ഉണ്ടായ നേരിയ ചോർച്ചയാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമായി തീർന്നത്. ഭ്രംശ മേഖലയിലാണ് ഇടമലയാർ. അവിടെ വളരെ സൂക്ഷിച്ച് ഡിസൈൻ കൈകാര്യം ചെയ്യേണ്ട സ്ഥാനത്ത് റിസർവോയറിൽ നിന്ന് ടണൽ തുടങ്ങുന്ന ഭാഗത്ത് കുറേ സ്ഥലത്ത് ആദ്യത്തെ ഡിസൈനിൽ ഉണ്ടായിരുന്ന ലൈനിങ് വേണ്ട എന്നൊരു തീരുമാനം അവിടുത്തെ അന്നത്തെ ചീഫ് എഞ്ചിനീയർ എടുത്തു. ആ തീരുമാനം തെറ്റായിപ്പോയി. അതുകൊണ്ട് അവിടെ വീണ്ടും ലൈനിങ് ചെയ്യേണ്ടി വന്നു. അതിന് ബാലകൃഷ്ണനുള്ള ഉത്തരവാദിയല്ല. ആ ടണലിൻ്റെ കാര്യത്തിൽ മറ്റൊന്നുകൂടെ സംഭവിച്ചു. അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി. ആ അലൈൻമെൻറ്റ് മാറ്റിയപ്പോൾ ഞങ്ങൾ എഞ്ചിനീയർമാർ പറയുന്ന ഓവർ ബർഡൻ എന്നൊക്കെ പറയുന്ന ചില പരിപാടികളുണ്ട്. അതനുസരിച്ച് വേണ്ടത്ര ലൈനിങ് അവിടെ കൊടുത്തില്ല. അവിടെ പ്രഷർ ഗ്രൗട്ടിങ് പിന്നീട് നടത്തിയപ്പോൾ ഒരുപാട് സിമൻറ്റ് പുറത്തുപോയി എന്നുള്ളതിന് ദൃക്സാക്ഷികളുണ്ടായിരുന്നു. അവരെ ആരെയും എന്തുകൊണ്ടോ കേസിൽ വിസ്തരിച്ചില്ല. അതിൽ പലരും മരിച്ചുപോയി. ചിലരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഞാൻ മനഃപൂർവ്വം പേര് പറയാത്തതാണ്. ആലുവായിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നത് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് അവരൊന്നും സാക്ഷിയായിട്ട് വിളിച്ചില്ല ആ കേസ്? അതായത് ബാലകൃഷ്ണപിള്ളയുടെ
വ്യക്തിപരമായ രീതിയിലുള്ള ഇടപെടൽ കൂടാതെ തന്നെ ഡിസൈൻ കൊണ്ടുണ്ടായതാണ് പ്രശ്നം. തുടർന്ന് പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടം. വൈദ്യുതി മന്ത്രി നിരപരാധിയെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയെങ്കിലും വേട്ടയാടിയവർക്ക് മതി വന്നിരുന്നില്ല. ആർബിട്രേഷൻ നിർത്തി കോടാനുകൂടി രൂപ വിദ്യുച്ഛക്തി ബോർഡ് ലാഭം ഉണ്ടാക്കി. വലിയ പ്രക്ഷോഭം ഉണ്ടായതാണ്. കോൺട്രാക്ടർമാർ ഇഷ്ടംപോലെ എഴുതി മേടിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചതിന് തുടരണമെന്ന് ആഗ്രഹിച്ച ചില ആളുകൾ, അന്നത്തെ ചില MLA-മാർ എൻ്റെ സുഹൃത്തുക്കളാണ്, അവരുൾപ്പെടെ എന്നോട് ശുപാർശ ചെയ്തു. ഞാനതിനൊന്നും വഴങ്ങിയില്ല. അതുകൊണ്ട് എത്ര ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭിച്ചതെന്ന് അറിയാം. അത് ഞാൻ ഒരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റി ശക്തമായിട്ട് നിന്നു. ഞാനത് ഒപ്പിട്ടു. ആർബിട്രേഷൻ അവസാനിപ്പിച്ചു. ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ നേരത്തെ കൊടുത്തിരുന്ന ആർബിട്രേഷൻസ് മുഴുവൻ ഹൈക്കോടതിയിൽ പോയി ഞാൻ റദ്ദീകരിച്ചു ആർബിട്രേഷൻസ്. അപ്പം അതിൻ്റെ വാശിയും പണവും നഷ്ടപ്പെട്ട കൺട്രാക്ടർമാർ വഴി അച്യുതാനന്ദൻ ഒക്കെ ഉൾപ്പെടെയാണ്. അതാണ് ഇതിന് കാരണം. യഥാർത്ഥത്തിൽ ആർബിട്രേഷൻ അവസാനിപ്പിച്ചാണ് ഇതിൻ്റെ യഥാർത്ഥമായ കാര്യം. 3 പതിറ്റാണ്ടോളം നീണ്ട നിയമയുദ്ധത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഇക്കാലം അത്രയും ഇടമലയാർ വൈദ്യുത പദ്ധതി അനുസ്യൂതം പ്രവർത്തിക്കുകയായിരുന്നു. നേരിയ പാളിച്ച പോലുമില്ലാതെ പദ്ധതിക്കായി ചെലവഴിച്ചതിന്റെ 10 മടങ്ങ് ലാഭമാണ് വൈദ്യുതി ബോർഡിന് ഇടമലയാർ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കനേഡിയൻസ് ഉണ്ടാക്കിയ, കാനഡക്കാരുണ്ടാക്കിയ ഇടുക്കി പോലും ഇത്രയും സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നില്ല. ഈ 25 കൊല്ലമായിട്ടും ഇപ്പോഴും വളരെ നന്നായി പ്രവർത്തിക്കുകയും കേരളത്തിൽ ഇതേവരെ നടന്ന പദ്ധതികളിൽ യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രോജക്റ്റാണ് ഇടമലയാർ. ഇന്ന് വരെ മെയിൻ്റനൻസ് അല്ലാതെ യാതൊന്നും നടത്തിയിട്ടില്ല. 2 രൂപ വിദ്യുച്ഛക്തിക്ക് 2 രൂപയിൽ താഴെ വില വെച്ച് 2900 കോടി രൂപ വിവരാവകാശ നിയമം അനുസരിച്ച് ഇതിനകം കിട്ടിക്കഴിഞ്ഞു. 2 രൂപ. ഇപ്പോൾ 10 രൂപയ്ക്കാണ് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. അപ്പോൾ എത്ര ആയിരിക്കണം? 2 രൂപയുടെ അതിൻ്റെ 8 ഇരട്ടി കൂടെ വരും. കേരളത്തിന്റെ വൈദ്യുതി മേഖലയ്ക്ക് കൈത്താങ്ങായി മാറിയ വിജയകരമായ പദ്ധതിയുടെ ശില്പിക്ക് പക്ഷേ ലഭിച്ചത് 1 വർഷത്തെ ജയിൽവാസമായിരുന്നു. വിധിയുടെ വിനോദം എന്നല്ലാതെ നീതിയുടെ നിർവഹണം എന്ന് ഞാനതിനെ കാണുന്നില്ല. ഒരു കോടതി ശിക്ഷിച്ചു, അടുത്ത കോടതി വെറുതെ വിട്ടു. പിന്നെ സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റുമോ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവരും മനുഷ്യരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി ഇങ്ങനത്തെ കേസുകൾ ഡി നോവോ ആയിട്ട് ആദ്യം മുതൽ തെളിവെടുത്തല്ല പരിശോധിക്കുന്നത്. ആദ്യത്തെ കോടതി തെളിവുകൾ വിലയിരുത്തിയപ്പോൾ അവരെന്ത് ചെയ്തു, ആ തീരുമാനം മേൽക്കോടതി പരിശോധിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, ഈ 2 ശരികൾക്കിടയിൽ ഏതാണ് കൂടുതൽ ശരി എന്നുള്ളതിനെക്കുറിച്ചൊരു അഭിപ്രായമാണ് സുപ്രീം കോടതി പറയുന്നത്. നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിക്ക് അപ്പുറത്ത് കോടതി ഇല്ലാത്തത് കൊണ്ട് വേറൊരു അഭിപ്രായം പറയാനില്ല. അതുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. ബാലകൃഷ്ണപിള്ളയുടെ ശിക്ഷ ഒരു മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കഠിന പരീക്ഷണങ്ങളെ നേരിടാൻ അദ്ദേഹത്തിന് കൂട്ട് സ്വന്തം ഇച്ഛാശക്തിയും രാഷ്ട്രീയ ആദർശവും മാത്രമായിരുന്നു. ഒപ്പം കൊട്ടാരക്കരയുടെ കലവറയില്ലാത്ത സ്നേഹവും. ഏത് പരീക്ഷണഘട്ടത്തിലും അവർ അദ്ദേഹത്തിനൊപ്പം നിന്നു, അചഞ്ചലമായ വിശ്വാസത്തോടെ. മലയാളിയുടെ പൊതുമണ്ഡലത്തിൽ 5 പതിറ്റാണ്ടായി ജ്വലിച്ചു നിൽക്കുന്ന കൊട്ടാരക്കരയുടെ ഈ സൂര്യ തേജസ്സിനെ മറയ്ക്കാൻ ഏത് പാഴ്മുറത്തിനാണ് കഴിയുക?